ഹായ് ഗൈസ്, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിതോട് പറയണം എന്ന് തോന്നി, ആരെങ്കിലും ഷെയർ ചെയ്യണം എന്ന് തോന്നി, വീഡിയോ എടുക്കണം എന്ന് തോന്നി. ചിലപ്പോൾ ഇത് ആരെങ്കിലും കാണണമെന്ന് വിധിച്ചിട്ടുണ്ടാവും. ഈ ഒരു തോട്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഹോൾ വീഡിയോ ആക്ച്വലി. ഫെയ്ത്ത് അല്ലെങ്കിൽ വിധി. എൻ്റെ ലൈഫിൽ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഈ ഷോർട്ട് ടൈമിൽ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു. ഞാൻ ഒരിക്കൽ പോലും പ്ലാൻ ചെയ്യാത്ത, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പോലും എന്താ പറയുക, എൻ്റെ മൈൻഡിൻ്റെ സൈഡിൽ കൂടെ പോലും ഇത് പോയിട്ടില്ല. ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചൂസ് ചെയ്ത കോളേജ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കോളേജ്, അല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്ത പീപ്പിൾ, ഇവരൊന്നും എൻ്റെ ഒരു ലൈഫിൽ ഒരു മൊമെൻറ്റിൽ പോലും ഇവിടെയൊക്കെ എത്തിപ്പെടുന്നോ ഇവരോടൊക്കെ സംസാരിക്കണോ ഒന്നും വിചാരിച്ചിട്ടില്ല. സോ ലെറ്റ് മീ ഇലാബറേറ്റ്. ജൂൺ 15-നാണ് ഞാൻ എൻ്റെ കോളേജിൽ, ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അന്ന് ഐ ഫെൽറ്റ് വെരി ഓവർവെൽഡ്. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കോളേജിലോട്ട് ചെന്നു. അന്ന് തന്നെ അവിടെ അഡ്മിഷൻ എടുത്തു. ഐ ഫെൽറ്റ് ഓവർവെൽഡ് കാരണം ഞാൻ ഉദ്ദേശിക്കാത്തൊരു കോഴ്സ് പഠിക്കുന്നു, ഞാൻ ഉദ്ദേശിക്കാത്ത കോളേജ്. അതും നെക്സ്റ്റ് വീക്ക് ജൂൺ 22-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. എല്ലാം കൊണ്ടും ഐ ഫെൽറ്റ് ഓവർവെൽഡ് ആൻഡ് ഓൾസോ ഡിസപ്പോയിൻറ്റഡ്, ടു ബി ഓണസ്റ്റ്. എന്താണെന്നറിയില്ല. ആൻഡ് ദെൻ വൺ തിങ് ദാറ്റ് കെയിം ടു മൈ മൈൻഡ് ഇസ്, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ഈവൻ സംതിങ് ഹാപ്പൻസ് വി വോണ്ട് ഫീൽ കംഫർട്ടബിൾ, പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ ഓൺ ദ റോങ് വേ. അപ്പോൾ എന്തോ പെട്ടെന്ന് അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, മേ ബി ഐ ഷുഡ് ഗിവ് സം ടൈം. കാരണം എനിക്ക് ചേഞ്ച് ഭയങ്കര അൺകംഫർട്ടബിളാണ്. ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ദാറ്റ് ഐ ഡിഡ് സംതിങ് റോങ്. അതുകൊണ്ടായിരിക്കും ആ ഡിസപ്പോയിൻമെൻറ്റ്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ബെറ്റർ. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ദിസ് കുഡ് ബി എക്സൈറ്റിംഗ്. പക്ഷെ അപ്പോഴും ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ച കോഴ്സിനെല്ലാം ചേർന്നത് എന്തോ ഇറ്റ് ഡസൻറ്റ് ഫീൽ റൈറ്റ് എന്ന് എനിക്ക് അപ്പോൾ തോന്നി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഐ വെൻറ്റ് ടു ദ കോളേജ്, ഐ വെൻറ്റ് ടു ദ ക്യാമ്പസ്, ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഈസ് നൈസ്, ദിസ് ഈസ് സോ കൂൾ. എല്ലാം ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഫോർ അക്കാഡമിക്സ്. ആൻഡ് ഫൈനലി ദിസ് ഈസ് എ പ്ലേസ് വെയർ അതിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ വോണ്ട് ടു ടേക്ക് പാർട്ട് ഇൻ സോ മെനി തിങ്സ് ആൻഡ് മേ ബി ദിസ് പ്ലേസ് കുഡ് ഗ്രാൻഡ് മീ എവറിത്തിങ് ദാറ്റ് ഐ വാണ്ടഡ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ദെൻ ഐ മെറ്റ് ദ പീപ്പിൾ ദെയർ ആൻഡ് ഐ വാസ് സോ മച്ച് മോർ ഹാപ്പിയർ. കുറേ ആൾക്കാരെ, കുറേ ഫ്രണ്ട്സ് കണ്ടു. ആൻഡ് എവരി വൺ വാസ് ലൈക്ക് സോ സപ്പോർട്ടീവ്. ആൻഡ് എല്ലാവരും വന്ന് സംസാരിക്കാനോ, ഐ നെവർ ഫെൽറ്റ് ലോൺലി ഫോർ എ സെക്. ഞാൻ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു, ഞാൻ ഇന്നലെ അങ്ങോട്ട് മിണ്ടിയിട്ട് ഐ മെയ്ഡ് സം ഫ്യൂ ഫ്രണ്ട്സ്. ക്ലാസ്സിൽ ചെന്നത് കഴിഞ്ഞിട്ട് മെയ്ഡ് ഫ്രണ്ട്സ് ദെയർ ആൻഡ് എവറി വൺ വാസ് ലൈക്ക് റിയലി ലൈക്ക് എ ഗേൾസ് ഗേൾ. ഞാൻ വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ മെറ്റ് സം പീപ്പിൾ ലൈക്ക് ഒരു ഫ്യൂ hours മുമ്പ് മേ ബി വി ഹാഡ് എ ഗ്രൂപ്പ് ഓഫ് ഫസ്റ്റ് ഇയേഴ്സ്. അതിൽ we met students from different departments, പക്ഷേ ഫസ്റ്റ് ഇയർ തന്നെ. ആൻഡ് ഓ മൈ ഗോഡ്, everyone was like so sweet and I felt comfortable. ഇനിയിപ്പോൾ എനിക്കിവിടെ മാറിക്കഴിഞ്ഞാൽ, for those who don't know, I am also planning to CUET എഴുതിയിട്ട് planning to get into another college because more affordable. അതൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ സെൻട്രൽ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ അതിൻ്റേതായ ഒരു വാല്യൂ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഒക്കെ അങ്ങനെ. ബട്ട് നൗ ഐ ഫീൽ സാഡ്. And I met so many new people. Everyone was like so sweet, so supportive, no judgment. Even for things that I wanted to try that I never did, everyone was really supportive. അപ്പോൾ that happened. അത് കഴിഞ്ഞിട്ട് I was like, okay, maybe this is where I should be. This is why I'm here. Do things that I once really wanted to do. കാരണം ഈ ഒരു ചാൻസ് I don't think I would get in any other college. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വേറൊരു ക്യാമ്പസിൽ നിന്ന് കിട്ടില്ല എന്ന് എനിക്കപ്പോൾ തോന്നി. And the people that I met was also really valuable, really good people that supported my decisions. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറയുന്ന ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, നമ്മൾ ഒരു ദിവസമാണ് എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. ആ ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ തന്നെ വി സ്റ്റാർട്ടഡ് പ്ലാനിങ്. ആൻഡ് ദെൻ ദ സബ്ജക്റ്റ്, ഐ ആം കറൻ്റ്ലി ഡൂയിങ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ വി ഹാവ് മീഡിയ, ജേർണലിസം and English and stuff. So everything feels interesting. Like even talking about media related stuff was like, okay, this is cool, this is fun.
I know we haven't started into the real stuff, but still. And then I met another person. സോ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെയിരിക്കുമ്പോൾ എ ഗേൾ മെസ്സേജ് മീ. ഷി വാസ് ലൈക്ക് ഓക്കെ വി ഹാവ് സോ മെനി മ്യൂച്വൽസ്. അഗൈൻ എവരി വൺ വാസ് ലൈക്ക് സോ എക്സ്ട്രോവേർട്ടഡ്. ആർക്കും ഒരു മടിയില്ല. വി ഓൾ ചാറ്റഡ്. വി സെഡ് വി കോംപ്ലിമെൻറ്റഡ് ഈച്ച് അതർ വിതൗട്ട് തിങ്കിങ് ട്വൈസ്. ആൻഡ് ഐ ഫെൽറ്റ് മോർ കംഫർട്ടബിൾ ടു ഡു ഇറ്റ്. ആൻഡ് ആളെനിക്ക് മെസ്സേജ് ഇട്ടു. ഷി വാസ് ലൈക്ക് ഓക്കെ വി ഹാവ് സോ മെനി മ്യൂച്വൽസ്. അപ്പോൾ ലൈക്ക് ഓക്കെ ആർ വി സപ്പോസ് ടു നോ ഈച്ച് അതർ? ആൻഡ് യാ, ഞാൻ 10th വരെ പഠിച്ച സ്കൂളിൽ ഷി സ്റ്റഡി +1 ആൻഡ് +2 there. ആൻഡ് വി ഹാഡ് മെനി മ്യൂച്വൽസ്. ലൈക്ക് കുറേ ഫ്രണ്ട്സിനെ ആൾക്ക് അറിയാം. ആൻഡ് ദെൻ ഐ സെഡ് ഡു യു നോ ദിസ് സ്പെസിഫിക് ഗേൾ? ആൻഡ് ഷി വാസ് ലൈക്ക് യാ ഐ നോ. ആക്ച്വലി വി ആർ കൈൻഡ് ഓഫ് ക്ലോസ്. ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ്, ആളായിട്ട് ഞാൻ എന്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ദിസ് സ്പെസിഫിക് ഗേൾ, ലെറ്റ്സ് കോൾ ഹർ എ. സോ എ ആയിട്ട് ഐ ഹാഡ് എ കൈൻഡ് മിസ് കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് ഷി കൈൻഡ് ബ്ലോക്ക്ഡ് മീ ആൻഡ് ദെൻ ഷി അൺബ്ലോക്ക്ഡ്. ആൾക്ക് മനസ്സിലായി എന്തോ, I don't know about it. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഐ ഫെൽറ്റ് ഗിൽറ്റി ഓഫ് വാട്ട് ഹാപ്പൻഡ്. വാസ് ഇറ്റ് ബിക്കോസ് ഓഫ് മീ സാധനം വന്നു? ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് മെസ്സേജ് ഹർ ഓർ ഇഫ് ഷീ സ്റ്റിൽ മാഡ് അറ്റ് മീ. ഐ നെവർ ഇൻറ്റെൻഡ് ടു ഡു ഇറ്റ്. ഒക്കെ ഒരു ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആളെ സാഡാക്കുന്ന രീതിയിലൊന്നുമല്ല ഞാൻ ചെയ്തത്. പക്ഷേ ഐ നോ ഷി വുഡ് മേ ബി മിസ്അണ്ടർസ്റ്റുഡ് ദ സിറ്റുവേഷൻ. പക്ഷേ എനിക്ക് എന്തോ ഒപ്പം സംസാരിക്കണം എന്തോ എനിക്ക് തോന്നിയില്ല. ഐ റിയലി വോണ്ടഡ് ടു ക്ലിയർ ഇറ്റ്. പക്ഷേ മേ ബി ലൈക്ക് ഓക്കെ എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഷുവർലി ഡു ഇറ്റ്. ബട്ട് ഈ പറയുന്ന എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടി, ഷി വാസ് റിയലി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ദിസ് ഗേൾ. ആൻഡ് എന്തോ അപ്പോൾ എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ തോന്നി. ഐ സ്റ്റാർട്ടഡ് സ്പില്ലിംഗ് ദ ടീ. ഞാൻ സ്റ്റോറിയൊക്കെ പറഞ്ഞു, ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഷീ മെസ്സേജ് ദാറ്റ് ഗേൾ ആൻഡ് ഷീ സെഡ് ദാറ്റ് ഓക്കെ ആളെ വിളിച്ചിട്ട് എ പറഞ്ഞു ഇങ്ങനെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഐ ഹാവ് നോ ഹേറ്റ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ആളായിട്ട് എന്താ എന്നോട് മിണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓ ദാറ്റ് ഇസ് സോ സ്വീറ്റ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ ചാറ്റ് ചെയ്യുന്ന കുട്ടി. സോ ലൈക്ക് ഓക്കെ വി കുഡ് മീറ്റ്, വി കുഡ് ഗോൺ എ ഡേറ്റ്, അങ്ങനെ ഗേൾസ് ഡേറ്റ് ഒക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറ്റ് വാസ് സോ ഫ്രണ്ട്ലി. ആൻഡ് മറ്റേ ആളായിട്ട് എ ആയിട്ട് വി വാസ് ലൈക്ക് ഓക്കെ പ്ലീസ് ടു ടെൽ ഹർ, നമുക്കിതൊക്കെ ഇൻ റിയൽ ലൈഫ് മീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും സംസാരിക്കണം. ആൻഡ് ലൈക്ക് ഓക്കെ ഫൈനലി ഇറ്റ്സ് ഓൾ ക്ലിയർ. ലൈക്ക് എന്താ പറയുക, അങ്ങനെ എല്ലാവരും ആൾക്ക് എന്നോട് സംസാരിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വി ബോത്ത് നോ നമ്മുടെ ഹാർട്ട്സിലൊന്നുമില്ല, വി ആർ ഓൾ ഫൈൻ എന്നുള്ള കാര്യം. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഫോളോയിങ് മീ അഗൈൻ. ഇറ്റ്സ് ലൈക്ക് ഇതൊന്നും wouldn't have happened if I went to that college. It's like connecting the dots now. Everything is going as planned, as God planned. It's like I'm so happy, I'm so relieved. He has a better plan എന്ന് പറയല്ലേ, that is so true. എനിക്കിപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുക. ആൻഡ് I'm giving it all to him. Like you do your part please. ഇതൊക്കെ ഇതുവരെ എവറിത്തിങ് വെൻറ്റ് റിയലി വെൽ. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. I don't know, സീറ്റ് വന്നു കഴിഞ്ഞാൽ of course I'll miss these things, but if that's what's gonna happen, let it happen. അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. Again now I trust his plan so much. അപ്പോൾ മേ ബി ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ് എടുക്കാൻ തന്നെ കാരണം ഐ ഓൾറെഡി ഹാഡ് ദിസ് ആസ് എ ബാക്കപ്പ് പ്ലാൻ. പക്ഷേ ദിസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം, ഓർ മേ ബി ടു മീറ്റ് ദീസ് പീപ്പിൾ, അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. But yeah, if you're watching this, maybe this is a sign. Okay, trust, wait, hope, be patient. Okay, don't worry if things didn't turn out well. Don't worry. നിങ്ങൾ മീറ്റ് ചെയ്ത പീപ്പിൾ were the ones that you're supposed to meet. ചിലപ്പോൾ നേരത്തെ അവർ നിങ്ങളുടെ സ്റ്റോറിയിൽ വില്ലനോ നിങ്ങൾ അവരുടെ സ്റ്റോറിയിൽ വില്ലനോ ഒക്കെ ആയിരിക്കും. പക്ഷേ later on that bond might make a stronger bond in the future. So it is all for good. Okay, I know എല്ലാവരുടെ ലൈഫിലും ഒരു ഫെയറി ടെയിൽ പോലെയൊന്നുമല്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ there were sad times, still there are sad times. I'm not saying everything would be fixed in a in a split second, അങ്ങനെയൊന്നുമല്ല. പക്ഷേ slowly everything will heal. Everything is experiences, and I know life has not been fair to everyone, and I pray that എല്ലാവരുടെ life should be easier. I will pray that എല്ലാവർക്കും എന്താ പറയുക, you get the courage to go through everything, because we have to. We make mistakes. I have made plenty of mistakes, but that doesn't mean we failed. Unfortunately, we don't come with a manual. This is how we're supposed to learn. And everything that you thought were okay, this is going to make it worse, anything that you thought was not going to your plan
don't worry, it is actually going with your plan, okay? If you took a wrong degree, it's fine. Okay, it's fine. നിങ്ങളുടെ മനസ്സിൽ I want to drop out എന്നുള്ള പ്ലാൻ അങ്ങനെ തോട്ട് വന്നാൽ drop out. That's what your heart says, drop out. Take another degree then. That's it. You want to stay for a year? Stay for a year. Plan and think. It's not the end of the world. Okay? അങ്ങനെ ഒരു മെസ്സേജ്, അങ്ങനെ ഒരു സ്ട്രോങ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഫോളോ യുവർ ഗട്ട് ഫീലിംഗ്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. അതെനിക്ക് പറയാനുള്ളൂ. I really wanted to share this. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഈ ഒരു മെസ്സേജ് കൊടുക്കാനായിരിക്കും. If that's what I was supposed to do, I would gladly do it. So that's it. Good night.